ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ തന്നെ ഇനി ഈ ഡ്രൈവർക്കും അവന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റും എല്ലാ സാധനങ്ങളും കെട്ടി തൂക്കിയിട്ട് പിന്നെ മുന്നേക്ക് നോക്കിയപ്പോൾ പടച്ചോനും ശിവൻ നമ്മുടെ ഗോമാതാവ് എല്ലാവരും. അപ്പൊ ഞാൻ എന്റെ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ചെറുതായിട്ട് നാട്ടിൽ പോവാണ്. ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് T2 എന്നാണ് എന്റെ ഫ്ലൈറ്റ്. ബാംഗ്ലൂർ എയർപോർട്ടിലെ T2നെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കണമെന്നില്ല, കാരണം അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഞാൻ കണ്ടതിൽ വെച്ച്. അവിടെ കൗണ്ടേഴ്സിൽ പോയിട്ട് ഞാൻ എന്റെ ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് SH നടക്കാൻ. ഈ ഒരു ടെർമിനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്തോറും ഇതിന്റെ ഭംഗി അങ്ങ് കൂടിയേ വരുള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് ഇന്റർവ്യൂ ഒരു തിരക്കില്ലാതെ കയറാൻ പറ്റും. SH ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പിന്നെ അങ്ങനെ നടന്നു പോകുന്തോറും ഷോപ്പിംഗ് മാളിൽ കയറിയ ഒരു പ്രതീതിയാണ് ബാംഗ്ലൂർ എയർപോർട്ട് T2. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ചെങ്ങായോടെ കയ്യിൽ നിന്ന് ഇറച്ച് എല്ലാവർക്കും മിഠായി കൊടുക്കും. അപ്പൊ ഒന്നും നോക്കില്ല, ഞാൻ കൊടുത്തായിരുന്നു ഒരു ചെറിയൊരു പീസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരസ്യത്തിന് വെച്ചത് തന്നെയല്ല. ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്ലൈറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും, അപ്പോഴൊക്കെ നിങ്ങൾ മാക്സിമം ഫ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പേഴ്സണലി ഞാൻ എപ്പോഴൊക്കെ ഫ്ലൈ ചെയ്തിട്ടുണ്ടായി കൂടുതലൊക്കെ ഞാൻ ഫ്ലൈ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ബിക്കോസ് അത് അത്രയും സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോ പ്രാവശ്യം നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാം. ഗേറ്റിന്റെ അവിടെ ചെന്നിരുന്നപ്പോൾ അതാ ഒരു പൈങ്കിലി ഒരു പൂവും പിടിച്ചിട്ട് ആരോ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ടായി. ഞാനും എഴുന്നേറ്റ് പെട്ടെന്ന് കയറാൻ. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൂട്ടാത്ത ഫ്ലൈറ്റ് പോലെ എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഞാൻ പോയി. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ചെന്ന് നോക്കുമ്പോഴോ ആൾക്കാർ ഓരോ സീറ്റും തപ്പിയിട്ട് അങ്ങനെ നിൽക്കുന്നു. എനിക്ക് പിന്നെ എന്നത്തെയും പോലെ തന്നെ ഞാൻ വിൻഡോ സീറ്റ്, അതും എമർജൻസി സീറ്റ് തന്നെ ചോദിച്ചു മേടിച്ചു. കാരണം അവിടെ ഇരിക്കാൻ നല്ല സുഖം. അതിന്റെ മക്കളെ ഇതിങ്ങോട്ട് നോക്കി നമ്മളെ പുറത്ത് 40-50 കിട്ടുന്ന സാധനമാണ് ഇവർ ഈ 300-200 കുടിയന്മാരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. ഈ കാണുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കിട്ടൂല, എന്തായാലും ഇന്റർനാഷണൽ ഫ്ലൈറ്റിലെ സാധനം. വീണ്ടും എന്നത്തെയും പോലെ തന്നെ ഇതിന്റെ അപ്പുറത്ത് ആരും ഇനി ഏകദേശം കൃത്യം 9:21 നമ്മളെ ഫ്ലൈറ്റ് എടുത്ത് കറക്റ്റ് ഒരു 10:02-10:03 നാട്ടിൽ അങ്ങോട്ട് ലാൻഡ്. സംഭവം എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഊർന്ന് വന്നാലും സ്വന്തം നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഫീൽ അത് വേറെ തന്നെ. ബാംഗ്ലൂരിന് കോഴിക്കോടിലേക്ക് ആകെ 40 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ ആ ബെൽറ്റിൽ ബാഗ് ഒന്ന് കിട്ടാനായിട്ട് 30 മിനിറ്റിലേറെ സ്ക്രീനിൽ KSRTC ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ചങ്ക് പറിച്ച് തന്നെ കുറച്ച് കൂട്ടുകാരുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലൈഫിൽ വിജയിച്ചു എന്നല്ല എല്ലാവരും. പിന്നെ ഞാൻ എന്റെ കമ്പനിക്കാരെ എയർപോർട്ടിന്റെ അടുത്തുള്ള ചായവാലയിൽ പോയിട്ട് കുറച്ച് കുഞ്ഞു വീഡിയോ. Hope you guys enjoyed it. Till the next video, it's me, Badsha, and my friends signing.